ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പ്രാദേശിക പോലീസ്, ഒപ്പം തന്നെ വിമാനത്താവള അതോറിറ്റി, വിമാനത്താവളത്തിലെ കോൺട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ അവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ എല്ലാവർക്കും തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിൽ തീവ്രവാദികളിൽ നിന്ന് ഭീഷണി ഉണ്ടാകാമെന്ന് ഈ സന്ദേശത്തിൽ പറയുന്നു. ഇതിന് ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നത്. വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകൾ, ഹെലിപ്പാഡുകൾ എന്നിവയ്ക്കും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ വിമാനത്താവളത്തിൽ, അതായത് സിവിൽ ഏവിയേഷൻ ജീവനക്കാർ, അതായത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർ ലോക്കൽ പോലീസ്, CISF, IB തുടങ്ങിയ ഏജൻസികളുമായി നിരന്തരം ബന്ധപ്പെടണം എന്നും, ഒപ്പം തന്നെ ലഭിക്കുന്ന ഏത് സന്ദേശവും അവർക്ക് കൈമാറണമെന്നും ആണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിലുള്ള കോൺട്രാക്ടേഴ്സ് അടക്കമുള്ളവരുടെ ID കർശനമായി പരിശോധിക്കണം. CCTVകൾ പ്രവർത്തനക്ഷമമായിരിക്കണം. 24 മണിക്കൂറും അതിൽ നിരീക്ഷണം ശക്തമാക്കുകയും വേണം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അതിർത്തിയിലടക്കം പാകിസ്ഥാൻ പുതിയ ചില നീക്കങ്ങൾ, അതായത് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പുതിയ ചില നീക്കങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ മാസങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോംബ് കണ്ടെടുക്കാൻ കഴിയാതെ വന്നതോടെ 7 പോലീസുകാർക്ക് സസ്പെൻഷനാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ സുരക്ഷ രാജ്യവ്യാപകമായി വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിമാനത്താവളങ്ങൾക്ക് അതീവ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.